നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നമ്മൾ തുടർന്ന് കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തുടരും സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ തുടരും സിനിമ ഇനി ഒട്ടും വൈകാനില്ല, ഈ മാസം 25-ാം തീയതി. അപ്പോൾ ഏപ്രിൽ 25-ാം തീയതി തുടരും എത്തുമെന്നുള്ള അപ്ഡേഷനൊക്കെ നമ്മൾ കണ്ടു, ട്രെയിലർ കണ്ടു, ടീസറൊക്കെ കണ്ടു. ഇപ്പോൾ വീണ്ടും ഒരു അറൈവൽ ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. ഗംഭീരമായിട്ട് തന്നെ അത് ട്രെയിലറിൽ കണ്ട സംഭവങ്ങളെല്ലാം കൂട്ടി ഒരു സാധനം വന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രത്യേകത. അത് നമുക്ക് കാണാൻ എന്ത് രസമാണെന്നറിയാം. നമുക്കറിയാം, മോഹൻലാൽ ശോഭന കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ ആ ചിത്രത്തിന് വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ നൽകുന്നത്, ആരാധകർ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അറൈവൽ ടീസർ പുറത്തു വന്നു. അതിൽ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഏറ്റവും രസമാണ്, ആഘോഷിച്ചാട്ടെ എന്ന ക്യാപ്ഷനോടെയാണ് സംവിധാനം തരിമൂർത്തി ടീസർ ഫേസ്ബുക്കിൽ പങ്കുവച്ച്. അതോടൊപ്പം തന്നെ മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നു. എന്തായാലും ഗംഭീരമാണ്. ഏപ്രിൽ 25-നാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. അപ്പം ഇന്നലെ ഇറങ്ങിയ ആ ടീസർ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നോക്കാം ആ ടീസറിന്റെ ചില ഭാഗങ്ങൾ. ആകെ 37 സെക്കൻഡ് പറ്റുള്ളൂ. ഒന്ന് കണ്ടു നോക്കാം. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. ആ താടി അവിടെ ഇരുന്ന് ആർക്കാ പ്രശ്നം? 7 സെക്കൻഡ് മാത്രം. ഞാൻ പറയാം. ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചേ കേട്ടോ. എങ്ങനെയുണ്ട്? ഗംഭീരമല്ലേ? അതിൽ ആ ടീസറിൽ 37 സെക്കൻഡ്. അതിനകത്ത് ഏറ്റവും ഒരു സിനിമ 1991 പുറത്തിറങ്ങിയ ജയറാം ഉർവശി ചിത്രം മുഖചിത്രത്തിലെ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ, ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ആ ടീസർ കാണിച്ചിരിക്കുന്നത്. മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ വീട് കാണിച്ചിട്ടാണ് ടീസർ ആരംഭിക്കുക. എൻ്റെ തുടക്കം അങ്ങനെയാണ്. നമ്മൾ കണ്ടില്ലേ? അതൊന്നും കൂടെ നോക്കിക്കോട്ടോ. എനിക്ക് പോസ്റ്റ് ചെയ്തേക്കാം. ആ വീട് കാണിച്ചിട്ടാണ് ആ ടീസറിൻ്റെ തുടക്കം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുഖചിത്രത്തിലെ പാട്ട്, അതാണ് ബാക്ക്ഗ്രൗണ്ടായി കൊടുത്തിരിക്കുന്നത്. ചെമ്പരത്തിൻ ചേലുണ്ടോ അയ്യയ്യ, ആ പാട്ട് ഭയങ്കര ഹിറ്റ് പാട്ടാണ്. ആ പാട്ട് വെച്ചുകൊണ്ട് ആ ഗാനത്തോടൊപ്പമാണ് വീടിൻ്റെ ചുമരിലെ മോഹൻലാൽ ഭാരതിരാജയ്ക്കും കമലഹാസനും മമ്മൂട്ടിക്കും ഒപ്പമുള്ള പഴയ ചിത്രങ്ങൾ ടീസറിൽ കാണാം. അതൊക്കെ ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ട് ആ ചുമരിൽ വെച്ചേക്കണം. ഒന്നുകൂടെ കാണാൻ കേട്ടോ നമുക്ക്. എനിക്ക് പോസ്റ്റ് ചെയ്തേക്ക്. എങ്ങനെയുണ്ട്? അതിനകത്ത് ഡയലോഗുണ്ട്. അതാണ് ലാലേട്ടൻ്റെ ആ ഡയലോഗ്. ഇതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഡയലോഗാണ്. കണ്ണാടിയിൽ നോക്കി താടി മുറിക്കാൻ ശ്രമിക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് ശോഭന പറയുന്ന ആ ഡയലോഗ്. ആ താടിയിൽ തൊട്ടാൽ കൈ ഞാൻ വെട്ടും. ഗംഭീര ഡയലോഗ് കേട്ടോ. ആ താടിയിൽ തൊട്ടാൽ കൈ ഞാൻ വെട്ടും. ഒറ്റ ഡയലോഗ് നോക്കി. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. ആ താടി അവിടെ ഇരുന്ന് ആർക്കാ പ്രശ്നം? വെട്ടണമെങ്കിൽ ഞാൻ പറയാം. അതിനോടൊപ്പം തന്നെ ചോദിക്കുന്ന ഡയലോഗ് നമ്മൾ കേട്ടാ, മനസ്സിലല്ലേ? ആ താടി അവിടെ ഇരുന്നാൽ ആർക്കാണ് പ്രശ്നം എന്നും ശോഭന ചോദിക്കുന്നുണ്ട്. ആ താടി അവിടെ ഇരുന്നാൽ ആർക്കാണ് പ്രശ്നം, അങ്ങനെയും ശോഭന ചോദിക്കുന്നത് നമ്മൾ കേട്ടു. തൊട്ടടുത്ത് തന്നെ പറയുന്ന ഡയലോഗ്, വെട്ടണമെങ്കിൽ ഞാൻ പറയാം. നമ്മൾ കേട്ടില്ലേ? ആ താടി വെട്ടണമെങ്കിൽ ഞാൻ പറയാം. അതാണ് ലളിത ഷൺമുഖൻ പറയുന്ന ഡയലോഗാണ്. ഷൺമുഖം എന്നൊരു കഥാപാത്രമാണ്. ലാലേട്ടൻ്റെ ഭാര്യയാണ് ശോഭന. ശോഭനയുടെ പേരാണ് ലളിത. ആ താടി വെട്ടണമെങ്കിൽ ഞാൻ പറയാം. എന്ത് രസമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതല്ലേ? അപ്പോൾ സിനിമ പറയാനുണ്ടോ എന്തായിരിക്കുമെന്നുള്ളത്. തുടർന്ന് ലാലേട്ടൻ ഒരു തമിഴ് കലർത്തി പറയുന്ന ഡയലോഗ് ഒന്ന് കേട്ട് നോക്കിയേ. എങ്ങനെയുണ്ട്? ഇന്ത താടി ഇരുന്നാൽ ആർക്കാണ് പ്രശ്നം, ഇന്ത താടി ഇരുന്നാൽ ആർക്കാണ് പ്രശ്നം. അത് നല്ല ചിരിച്ച് കൗതുകത്തോടു കൂടി പറയുന്ന, അതും ഗംഭീരമായിട്ടുണ്ട്. ആ കണ്ണാടിയിൽ നോക്കി കൃത്യമായിട്ടാണ് മോഹൻലാലിൻ്റെ ശബ്ദം മാറ്റി. അതാണ്, ആ ശബ്ദത്തിനൊരു മാറ്റമുണ്ട്. ഒരു എന്താണ്, ഒരു പരിഹാസത്തിലൂടെ ഒരു ശബ്ദം മാറ്റി മറ്റുള്ളവരെ പരിഹസിക്കുന്ന പോലെ രസകരമായ ശബ്ദത്തിലാണ് മോഹൻലാൽ ആ ഡയലോഗ് പറയുന്നത്. അപ്പോൾ തന്നെ ശോഭനയ്ക്ക്, ലളിത എന്ന കഥാപാത്രം ഭാര്യയ്ക്ക് മറുപടി വെട്ടുന്നില്ല എന്നും മറുപടിയും കൊടുത്താണ് ഇത് അവസാനിക്കുന്നത്. എന്തായാലും സിനിമ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ്. നമുക്കൊരു ടാക്സി ഡ്രൈവറായിട്ടാണ് ലാലേട്ടൻ അഭിനയിക്കുന്നത്. ആ ടാക്സി ഡ്രൈവർ ഭാര്യയായിട്ട് ശോഭനയും അവതരിപ്പിക്കുന്നു. നമുക്കറിയാം, നല്ലൊരു ചിരിയും അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൾ നനയ്ക്കുന്ന സീനുകളും വീരൻ അണിയുന്ന സീനുകളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന. ഒരു സാധാരണ ടാക്സി ഡ്രൈവറിൻ്റെ ജീവിതം, ആ ജീവിതത്തിലുണ്ടാകുന്ന വീടുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മളിൽ ഒരാളായി മാറുന്ന നിലയിലേക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ കാണാൻ കഴിയുമെന്നാണ് എനിക്ക് കിട്ടുന്ന സൂചനകൾ. എന്തായാലും മോഹൻലാൽ ശോഭന വീണ്ടും ഒന്നിക്കുമ്പോൾ അത് ഗംഭീരമാക്കാൻ തന്നെയാണ് ആരാധകർ ഇവിടെ കാത്തിരിക്കുന്നത്. മോഹൻലാലും ശോഭനയും എത്രയോ സിനിമ, ഏറ്റവും കൂടുതൽ
ജോഡികളായിട്ട് അഭിനയിച്ച ഒരു നടിയും നടനുമായിരുന്നു. അവർ വീണ്ടും ഒന്നിക്കുമ്പോൾ അതിന് വലിയ പ്രതീക്ഷയാണ്. നമുക്കറിയാം ഈ സിനിമ നിർമ്മിക്കുന്നത് രഞ്ജിത്ത് ഏട്ടനാണ്. നമുക്കറിയാം രജപുത്ര വിഷൻ മീഡിയയിലെ ബാനറിൽ എം രഞ്ജിത്താണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. KR സുനിലും സംവിധായകൻ തരുൺമൂർത്തിയും ചേർന്നാണ് ഈ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഷാജികുമാറാണ് ഈ ചിത്രത്തിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ഷെഫീഖ് ബി, നിഷാദ് യൂസുഫ് എന്നിവരാണ് എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയ് ആണ് ഇതിൻ്റെ സംഗീതം. അത് നമുക്ക് ആ സംഗീതത്തിൻ്റെ പ്രാധാന്യമൊക്കെ നേരത്തെ നമ്മൾ ഇറങ്ങിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അറിയാം. അപ്പം ഈ തരുൺമൂർത്തിയുടെ ഒരു പ്രത്യേക കഴിവ് ഈ സിനിമയ്ക്കുണ്ട്. തരുൺമൂർത്തി എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ സബ്ജക്റ്റ് ആലോചിച്ചാണെന്ന് ചില ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു. അത് പിന്നീട് ലാലേട്ടനോട് പറയാൻ വേണ്ടി കാത്തിരുന്നു. എന്തായാലും ഈ രജപുത്രയുടെ ബാനറിൽ വരുമ്പോൾ അവർ മോഹൻലാലും രഞ്ജിത്തേട്ടനൊക്കെ അത്രയും അടുപ്പത്തിലുള്ളവരാണ്. എന്തായാലും ഈ സിനിമ നമുക്ക് കാത്തിരിക്കാം ഏപ്രിൽ 25 വേണ്ടി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.